ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ പഴുത്ത് തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതിനായിട്ട് യൂസ് ആക്കാവുന്നതാണ്. അങ്ങനത്തെ പഴം ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം നമുക്ക് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് ഇത് നമുക്കൊന്ന് കട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു നേന്ത്രപ്പഴം ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് 4ആയിട്ട് ഇങ്ങനെ കീറുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയാൽ മതി. ബാക്കിയുള്ള ഒരു നേന്ത്രപ്പഴം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ദാ ഇതിവിടെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ ഒരുപാട് വ്യൂ ഒക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ആ കട്ട് ചെയ്ത നേന്ത്രപ്പഴം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അടുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മധുരത്തിനൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇതിങ്ങനെ അടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിലേക്ക് പാലോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു കട്ടകളൊക്കെ അടിയാതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മധുരത്തിനായിട്ട് 2 ഉണ്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഈ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ വെള്ള ശർക്കരയാട്ടോ എടുത്തിട്ടുള്ളത്. എന്നാലും ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. കളർ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി തിളച്ച് അലിഞ്ഞു വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വാടി കിട്ടും, വഴണ്ട് കിട്ടും. പെട്ടെന്ന് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമായതുകൊണ്ട് പെട്ടെന്നായി കിട്ടിക്കോളും. ഇപ്പോൾ ഇത് പഴം ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഞാൻ വറുത്തിട്ടുള്ള റവയാണ് കേട്ടോ എടുക്കുന്നത്. ഈ പാത്രം ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി കണ്ടോ, ചാടിപ്പോയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, അതിന് ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പാത്രം ആ ഒരു കുപ്പി നിറച്ച് ഉണ്ട് കേട്ടോ. 1.5 കിലോ റവ കൊള്ളുന്ന പാത്രമാണിത്. അപ്പോൾ അത് നിറച്ചിട്ടുണ്ട്, കയ്യിൽ ഒതുങ്ങിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ചാടിപ്പോയത്, സോറി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഇവിടെ അരച്ച് വെച്ചിട്ടില്ലേ നേന്ത്രപ്പഴം, ഈ നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പാച്ചില കൊണ്ട് മുഴുവനായിട്ടും ഇതിലേക്ക് വടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ചെറിയൊരു കട്ടയൊക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക, പാല് വെള്ളം ഒന്നും ഇല്ലാതെ നേന്ത്രപ്പഴം അടിച്ചെടുക്കുന്നതല്ലേ. ചെറിയൊരു കട്ട 1-2 ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല തണുത്തിട്ട് ചേർക്കണം അങ്ങനൊന്നുമില്ല. ചെറിയ തിളച്ചപാട് ചേർക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ ചൂടോടുകൂടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇത് കുറച്ച് ആദ്യം ചേർക്കുക ശർക്കരപ്പാനി, എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ബാക്കി ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും കെട്ടാതെ ചെറിയ ചൂടുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഒഴിച്ച് മെൽറ്റ് ഇങ്ങനെ എന്താ പറയുക മിക്സ് ആക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ ചെറിയ ചൂടുള്ളതുകൊണ്ട് കട്ട സാധ്യതയുണ്ട്. നേന്ത്രപ്പഴം അടിച്ച് ചേർത്തതും കൂടി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതാ ഞാൻ 1 കപ്പ് വറുത്ത റവയിലേക്ക്, ഇപ്പോൾ വറുക്കാത്ത റവയും ഉപയോഗിക്കാം കേട്ടോ. വറുത്ത റവയിലേക്ക് 1.25 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്തത്. 1.25 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ മെൽറ്റാക്കിയത്. അത് കറക്റ്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കര എന്താ പറയുക റവ വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ശർക്കരപ്പാനിയുടെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടയായിട്ടും പോകരുത്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയില്ലെങ്കിൽ ഒരു 2-3 ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നമുക്കിവിടെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ ഒന്ന് കുതിർന്ന് വരണം, ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ വെച്ചതിൽ ഒരല്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ടൈറ്റാക്കിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് റവ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്.
ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാണെങ്കിൽ പുറത്ത് വെച്ചൊന്ന് തണുപ്പ് വിട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പസോഡ ചേർത്ത് കൊടുത്തത്. താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടയും ആവശ്യമൊന്നുമില്ല. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ചേർത്ത് കൊടുത്താൽ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഞാൻ ഒന്ന് നെയ്യൊക്കെ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് സ്പാച്ചില കൊണ്ട് തോണ്ടിയെടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കണ മാതിരി തന്നെ കിട്ടും. സ്പാച്ചില കൊണ്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് വടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രഷാക്കിയിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി വെളുത്ത എള്ളൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, കിസ്മിസുകൾ ചേർത്ത് കൊടുക്കാം, നട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഫുള്ളായിട്ട് മുകളിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടിക്കൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് അടിക്കൊന്നും പോകില്ല. പിന്നെ കറുത്ത റൈസിൽസ് കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം തിളക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആവി തട്ടി കൈകൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും വെക്കുക. ബാക്കി എനിക്കൊരു 20 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നത്. ബാക്കി 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും, ഏറ്റവും ലോയിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലുമാണ് വെക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സമയം ഫ്ലെയിം ഒന്ന് കുറക്കുക, അല്ലെങ്കിൽ ആവി നന്നായിട്ട് കയ്യിലേക്ക് വരും. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് വെച്ചാൽ ആറിയിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് ചൂടങ്ങ് പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തട്ടിയെടുത്തിട്ട് ഡിമോൾഡ് ചെയ്തിട്ട് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കട്ടാക്കി എടുക്കുന്നത്. ശരിക്കും ഇത് ഡിമോൾഡ് ചെയ്ത് കട്ടാക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ കട്ടാക്കി എടുക്കുന്നുണ്ട്. ചൂടുണ്ട്, അത് അടിഭാഗം ചൂടുണ്ട്. മോളൊക്കെ കുറച്ച് ചൂട് കുറഞ്ഞ മാതിരി വന്നിട്ടുണ്ട്, എന്നാലും ഉള്ളിലേക്ക് പാത്രത്തിൻ്റെ അടിക്ക് ചൂടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഒരു ഈസി സ്നാക്കാണ്. ഹെൽത്തി ആയിട്ടുള്ള, ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതൊരു ഗസ്റ്റ് വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. ചൂട് ചായയുടെ ഒപ്പമൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് ഇത് ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ സ്കൂൾക്ക് 10 മണിക്ക് തിന്നാനായിട്ട് വേണമെങ്കിൽ കൊടുത്തുവിടാം. 4 മണിക്ക് കുട്ടികളിപ്പോൾ വെക്കേഷനായില്ലേ, കളിച്ച് ഒക്കെ കുഴങ്ങി വരുന്ന സമയത്ത് അവർക്ക് ചായയുടെ ഒപ്പം കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് കൂടിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.